തവിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് വിളിച്ചുകൊണ്ട് പറയുമ്പോ അവർ വിശ്വസിക്കുന്നത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതാ നമ്മളെ മുഴുവൻ കാണുകയാണ്, കേൾക്കുകയാണ്, നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അറിയുകയാണ്. അവിടുന്ന് നമ്മുടെ സദസ്സുകളിൽ പലപ്പോഴും ഹാജറാവുക കൂടി ചെയ്യുന്നു. കറാമത്തിന്റെ കണ്ണുള്ളവർക്ക് നബിയെ കാണാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയില്ലെങ്കിലും എന്നാണ് അവർ പ്രചരിപ്പിക്കുന്നത്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് വികലമായ വിശ്വാസം, അതോടുകൂടി ഒരാൾ ഇസ്തിഗ്ഫാറും നോമ്പും അതുപോലെ തന്നെ സക്കാത്തും ഹജ്ജൊക്കെ നിർവഹിച്ചിട്ട് എന്താ കാര്യം? അതുകൊണ്ട് അല്ലാഹ് പറഞ്ഞിട്ടുള്ളത് ഇസ്തിഗ്ഫാർ ചെയ്യുമ്പോൾ സുമ്മ ലഖീതനി ലാ തുശ്രികു ബി ശൈആ, ഈ എത്ര തന്നെ കൂമ്പാരമായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ലാ തുശ്രികു ബി ശൈആ, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവയാണ് നീ എന്നെ കണ്ടുമുട്ടുന്നതെങ്കിൽ അതൈതുക ബിഖുറാബിഹാ മഗ്ഫിറ, അത്ര തന്നെ നിനക്ക് ഞാൻ മഗ്ഫിറത്തും നൽകുന്നതാണ്. അതുകൊണ്ട് അള്ളാഹിനോട് നമ്മൾ ഇസ്തിഗ്ഫാറിനെ ചോദിക്കുമ്പോൾ ആദ്യം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, എൻ്റെ വിശ്വാസത്തിൽ ശിർക്കൊരിക്കലും കലരാൻ പാടില്ല. റബ്ബ് കേൾക്കും പോലെ കേൾക്കുന്നവരില്ല, അള്ളാഹ് കാണും പോലെ കാണുന്നവരില്ല, അള്ളാഹ് അറിയും പോലെ അറിയുന്നവരില്ല, അള്ളാഹുവിനെ പോലെ ഒന്നുമില്ല. ആ നിലക്ക് കറകളഞ്ഞ യഥാർത്ഥമായ തൗഹീദിൽ അടിയുറച്ചവർക്കാണ് അള്ളാഹു മഗ്ഫിറത്ത് ഓഫർ ചെയ്യുന്നത്. അതല്ലാത്ത നിലക്ക് മരിച്ചുപോയാലോ, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി ഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന വമഅവാഹുൻ നാർ വമാ ലിൽളാലിമീന മിൻ അൻസാർ. ശിർക്ക് ചെയ്തുകൊണ്ടാണ് ഒരുത്തൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ സ്വർഗം അവന് ഹറാമാണ്, നരകമാണ് അവന്റെ സങ്കേതം. ളാലിമീങ്ങളായ അത്തരത്തിൽപ്പെട്ട ആളുകൾക്ക് ഒരു സഹായികളും ഉണ്ടാകുന്നതുമല്ല. ഇതൊക്കെ നമ്മൾ ഈ മാസത്തിൽ ഇറങ്ങിയ പരിശുദ്ധ ഖുർആനിലൂടെ പഠിക്കേണ്ടവരാണ്, മനസ്സിലാക്കേണ്ടവരാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇതൊക്കെ ഇതിന്റെ ഗൗരവം നമ്മൾ അറിയണമെങ്കിൽ നമ്മളൊക്കെ പഠിക്കണം, നന്നായി ഈ മാസത്തിലൊക്കെ പഠിക്കണം. വിശുദ്ധ ഖുർആനിൽ ആശയങ്ങൾ എന്താണ്, ഹദീസുകളിൽ എന്താ വന്നത്, അതൊക്കെ നന്നായി പഠിച്ച് മനസ്സിലാക്കുമ്പോഴാണ് നമ്മൾ തെറ്റിയോ എന്ന് കൂടുതൽ കുറ്റബോധം വരിക. അല്ലെങ്കിൽ നമുക്ക് തോന്നും നമ്മൾക്ക് ശരിയായ ലൈനില്ല. അബദ്ധങ്ങൾ എന്തൊക്കെ നബി പഠിപ്പിച്ച കുറ്റങ്ങളുണ്ട്, ഏതൊക്കെയാണ് തിന്മകൾ എന്ന് അറിഞ്ഞാലേ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ആ തിന്മ വന്നോ ഇല്ലേ എന്ന് മനസ്സിലാവൂ. അതുകൊണ്ട് തിന്മകൾ എന്താണെന്ന് അറിയണമെങ്കിലും ഇൽമു വേണം, തെറ്റുകൾ എന്താണെന്ന് അറിഞ്ഞാലേ പശ്ചാത്തപിക്കൂ. അതുകൊണ്ട് ജീവിതത്തിൽ മുഴുവൻ നമ്മൾ നന്നായി അറിയണം ഏതാണ് സിറാത്തുൽ മുസ്തഖീം, ഏതാണ് ളലാലത്തിന്റെ പാത. ളലാലത്തിന്റെ പാത അറിയുന്നവനെ, ഇരുട്ടറിയുന്നവനെ വെളിച്ചത്തിന്റെ മഹത്വം അറിയൂ, ജാഹിലിയത്ത് അറിയുന്നവനെ ഇസ്ലാമിന്റെ വില അറിയൂ എന്ന് ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരിക്കൽ പറയുകയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ ഇന്നലകളെക്കുറിച്ച് ശരിക്കൊന്ന് പരിശോധന നടത്തിയിട്ട് റഹ്മാനായ റബ്ബിനോട് യഥാർത്ഥമായ നിലക്ക് പടച്ചവനെ, പഠനത്തിന്റെ കാര്യത്തിലും പ്രവർത്തനത്തിന്റെ കാര്യത്തിലും പലതിലും ഒരുപാട് അബദ്ധങ്ങൾ വന്നവനാണ് ഞാൻ, ഇനി എന്റെ ജീവിതം ശുദ്ധമായിരിക്കും, ഞാൻ അതിനുവേണ്ടി പരിശ്രമിക്കുമെന്ന ബോധത്തോടുകൂടി നമ്മളൊരു മടക്കത്തിന് തയ്യാറായാൽ റഹ്മാനായ റബ്ബ് സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഈ പരിശുദ്ധ റമദാനിലെ ഇതുപോലെയുള്ള രാത്രികളും രാവേറെ ചെന്ന് നമ്മൾ എഴുന്നേൽക്കുന്ന അത്താഴ സന്ദർഭങ്ങളിലുമൊക്കെ, നമ്മുടെ സുജൂദുകളിലും നമ്മുടെ തശഹ്ഹുദുകളിൽ സലാം വീട്ടുന്നതിന്റെ മുമ്പേയുള്ള അവസരങ്ങളിലുമൊക്കെ ഇതിനുവേണ്ടി സമയം കാണണം, സന്ദർഭം കാണണം. മനസ്സ് വല്ലാതെ തപിക്കണം, മനസ്സ് വല്ലാതെ വിങ്ങണം, കണ്ണുനീര് വരണം. ഈമാനിന്റെ ലക്ഷണമാണ് ഐനാനി ലാ തമസ്സഹുമൻ നാർ, രണ്ട് കണ്ണുകൾ, ആ കണ്ണുകളെ നരകത്തീ സ്പർശിക്കുന്നതല്ല. ഐനുൻ ബക്കത്ത് മിൻ ഖശിയത്തില്ലാഹ്, പടച്ച റബ്ബിനെ പേടിച്ചുകൊണ്ട് കരഞ്ഞ കണ്ണുകൾ, അതൊരു വലിയ ഫദ്ലാണ്, അതൊരു വലിയ സൗഭാഗ്യമാണ്. അള്ളാഹിനെ പേടിച്ച് കരയാൻ കഴിയൽ ഒരു വലിയ ഭാഗ്യമാണ്. എന്തെല്ലാം പ്രശ്നങ്ങൾക്ക് വേണ്ടി നമ്മളൊക്കെ കരഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഖബറോ നരകമോ വിചാരണയോ പാപങ്ങളോ ഓർത്തുകൊണ്ട് നമ്മൾ കരഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ സന്തോഷിക്കുക, അതൊരു വലിയ ഭാഗ്യമാണ്. അങ്ങനെ കരയാൻ നമുക്ക് കഴിയണം, ആരും കാണണ്ട, ഒറ്റക്കിരുന്ന് കരയുക. ശുദ്ധീകരണത്തിന്റെ മാസമാണ്, റബ്ബ് സ്വീകരിക്കും. റഹ്മുർ-റഹീമീനായ നാഥൻ എന്തു തന്നെ അബദ്ധങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ ഇന്നലകളിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എല്ലാം പുറത്ത് നമ്മയെല്ലാം ശുദ്ധീകരിച്ച് അവന്റെ മഹത്തുക്കളുടെ കൂടെ സ്വർഗത്തിൽ എത്തിപ്പെടാൻ സർവ്വ തൗഫീഖും നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പരിശുദ്ധ റമളാനിന്റെ ഓരോ രാത്രികളിലും ധാരാളക്കണക്കിന് ആളുകളെ അവൻ നരകാഗ്നിയിൽ നിന്ന് എഴുത്തുക്ക് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിൽ നരകാഗ്നിയിൽ നിന്ന് മോചിപ്പിക്കപ്പെടുന്നവരുടെ ഗണത്തിൽ അള്ളാഹു സാധുക്കളായ നമ്മയേവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പകർച്ചവ്യാധികളിൽ നിന്ന്
സഹിക്കാനാവാത്ത പരീക്ഷണങ്ങളിൽ നിന്ന്, വേദനകളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഏത് സന്ദർഭത്തിലും എവിടെയാണെങ്കിലും ഇസ്ലാമികമായ നിയമങ്ങൾ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രതിസന്ധികളിലും ഫിത്നകളിലും അള്ളാഹു നമുക്ക് രക്ഷയും തുണയും നൽകുമാറാകട്ടെ. നമ്മുടെ കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات وقاضي الحاجات. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أجرنا وأجر والدينا من النار. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. توفنا مسلمين وألحقنا بالصالحين والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.